നിവിൻ പോളിക്കെതിരെ പീഡന കേസെടുത്തത് നേര്യമംഗലം സ്വദേശിനിയുടെ പരാതിയിലാണ്. കൊച്ചിയിൽ നിന്ന് കീർത്തി ചേർന്ന് വിശദാംശങ്ങളുമായി. കീർത്തി, നിവിൻ ഓൾറെഡി പ്രതികരിച്ചു കഴിഞ്ഞു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ. വ്യാജമായ പരാതിയാണ്, ഏതറ്റം വരെയും സത്യം തെളിയിക്കാൻ പോകുമെന്നാണ് നിവിൻ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണി എന്ന് അറിയിച്ചിട്ടുണ്ട്. അതെ വിനീഷ്, അല്പസമയത്തിനകം തന്നെ നിവിൻ പോളി മാധ്യമങ്ങളെ കാണും. നിവിൻ പോളിക്ക് പറയാനുള്ളത് വിശദീകരിക്കും. അതിന് മുന്നേ തന്നെ നിവിൻ പോളി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. തനിക്കെതിരെയുള്ളത് വ്യാജ ആരോപണമാണെന്നും വ്യാജ പരാതിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് നിവിൻ പോളി ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് നിവിൻ പോളിക്കെതിരെ ഉന്നുക്കൽ പോലീസ്, കോതമംഗലം ഉന്നുക്കൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. പീഡന പരാതിയാണ്. നിവിൻ പോളി മാത്രമല്ല 6 പ്രതികളാണ് ഈ കേസിൽ നിലവിലുള്ളത്. വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണിപ്പോൾ കേസെടുത്തിരിക്കുന്നത്. 2023 സംഭവം. 2023 നവംബറിലാണ് സംഭവം. അവിടെ വിദേശത്തുള്ള യുവതി, ദുബായിലുള്ള യുവതിയാണ്. അവിടെ മറ്റൊരു ജോലി ചെയ്തു വരികയായിരുന്നു യുവതി. ആ യുവതിയെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് പരാതി. 6 പ്രതികളിൽ 6ാം പ്രതിയാണ് ഈ നിവിൻ പോളി. ഈ നിവിൻ പോളി കൂടാതെ മറ്റ് 5 പ്രതികളുണ്ട്. അതിലൊരു വനിതാ പ്രതിയുണ്ട്, വനിതാ സുഹൃത്തുണ്ട്. ശ്രേയ എന്നാണ് അവരുടെ പേര്. ഈ ശ്രേയയാണ് വനിതാ സുഹൃത്ത്. ഈ ശ്രേയയാണ് ഈ യുവതിയെ ഇവരിൽ എത്തിച്ചത്. അങ്ങനെ ഈ ശ്രേയയാണ് 1ാം പ്രതി. 2ാം പ്രതി AK സുനിൽ എന്ന നിർമ്മാതാവാണ്. ഈ AK സുനിൽ തൃശൂർ സ്വദേശിയാണ്. രാഗം സുനിൽ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. മറ്റ് 3 പ്രതികൾ കൂടിയുണ്ട്. ബിനു, കുട്ടൻ, ബഷീർ എന്നിവരാണ് മറ്റു 3 പ്രതികൾ. 6ാം പ്രതിയാണ് നിവിൻ പോളി. ഈ നിവിൻ പോളിക്ക് ഈ കേസിൽ എന്താണ് പങ്ക്? ഇവർ സംഘം ചേർന്ന് പീഡിപ്പിച്ചു എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. അതിനുശേഷം ഈ യുവതി SIT, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഈ രൂപീകരിച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെയായിരുന്നു ഈ യുവതി ആദ്യം തന്നെ സമീപിച്ചത്. അതിനുശേഷം ഇവരുടെ നിർദ്ദേശപ്രകാരമാണ് കോതമംഗലം ഉന്നുക്കൽ പോലീസ് സ്റ്റേഷനിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ യുവതി ഉന്നുക്കൽ സ്വദേശിയാണ്. അതുകൊണ്ടാണ് അവിടെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും കിട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ജനപ്രിയ നടനായ നിവിൻ പോളിക്കെതിരെയാണ് ഇപ്പോൾ ഒരു പീഡന പരാതി ഉയർന്നിരിക്കുന്നത്. അതിൽ 6ാം പ്രതിയായിരിക്കുകയാണ് നിവിൻ പോളി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വലിയ വെളിപ്പെടുത്തലുകളാണ്. പല വനിതാ താരങ്ങളും അവർ നേരിട്ട ലൈംഗിക അതിക്രമം, അവർ നേരിട്ട പലതരത്തിലുള്ള വിവേചനങ്ങളും പുറം ലോകം അറിയുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇങ്ങനെ ഈ യുവതി പരാതിയും വരുന്നത്. ഈ യുവതി ഇപ്പോൾ നിലവിൽ വിദേശത്താണോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തതയില്ല. എങ്ങനെയാണ് ഇമെയിൽ മുഖാന്തരമാണോ അതോ നേരിട്ടാണോ SITക്ക് പരാതി നൽകിയത് തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു കേസ് വന്നതിന് പിന്നാലെ തന്നെ നിവിൻ പോളി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു. തനിക്കെതിരെ ഉള്ളത് വ്യാജ ആരോപണമാണ്, വ്യാജ പരാതിയാണെന്ന് പറയുന്നു. ഇപ്പോൾ ഇത് മാധ്യമങ്ങളോട് സംസാരിക്കാൻ, മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ് നിവിൻ പോളി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുവതി ഇതിന് കുറച്ചുനാൾ മുൻപ് ഈ സംഘത്തിനെതിരെ തന്നെ ഒരു പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ അത് പീഡനാരോപണമല്ല. ഈ നിവിൻ പോളിയും കൂട്ടരും മർദ്ദിച്ചുവെന്നാണ് 1 മാസം മുൻപ് ഈ യുവതി നൽകിയിട്ടുള്ള പരാതിയിലുള്ളത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പൊരുത്തക്കേടുകളും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആശുപത്രി രേഖകൾ ഹാജരാക്കാനും യുവതിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും അതിന് പിന്നാലെ തന്നെ ഈ യുവതി SITയെ സമീപിക്കുകയും പരാതി നൽകുകയും ഇപ്പോൾ ഉന്നത പോലീസ് കേസെടുക്കുകയും ചെയ്തത്. അല്പസമയത്തിനകം തന്നെ നിവിൻ പോളി ചേർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കും. മറ്റൊരു വാർത്ത ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് അത് നടൻ അലൻസിയർക്കെതിരെ ഒരു കേസാണ്. യുവനടിയുടെ പരാതിയിലാണ്. ചെങ്ങമനാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2017 ബംഗളൂരുവിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും IPC 384 പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസും പ്രത്യേക അന്വേഷണ സംഘം തന്നെ അന്വേഷണം നടത്തും. വിനീഷ. കീർത്തി, ഏതായാലും നിവിൻ അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളോട് എല്ലാ കാര്യവും വിശദീകരിക്കും. പക്ഷേ നേരത്തെയും ഇതേ പെൺകുട്ടി നിവിൻ പോളിക്കെതിരെ നേരത്തെയും ഒരു പരാതി ഫയൽ ചെയ്തിരുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അതെ വിനീഷ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1 മാസം മുൻപ് തന്നെ ഈ യുവതി ഈ നിവിൻ പോളിക്ക് സംഘത്തിനെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ അത് പീഡന പരാതി ആയിരുന്നില്ല, പീഡന ആരോപണമായിരുന്നില്ല.
ഈ നിവിൻ പോളിയും കൂട്ടരും മർദ്ദിച്ചു എന്നാണ് ഒരു മാസം മുമ്പേ യുവതി പരാതി നൽകിയിട്ടുള്ളത്. അത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അതിൽ പൊരുത്തക്കേട് ഉള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ ആശുപത്രി രേഖകളൊന്നും തന്നെ ഈ യുവതിക്ക് ഹാജരാക്കാനും കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നമുക്കറിയാം നിരവധി താരങ്ങൾ, ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, മറ്റ് വനിതാ താരങ്ങൾ അവർ നേരിട്ട ദുരനുഭവങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗികമായ അവർ നേരിട്ട ഉപദ്രവങ്ങളും അതിക്രമങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയും പരാതിയായും ഒക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ഈ യുവതിയും ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയായി ആദ്യം SIT ആണ് ഈ യുവതി സമീപിക്കുന്നത്. SITയുടെ നിർദ്ദേശപ്രകാരമാണ് ഊന്നുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിന് പിന്നാലെ ഇനിയിപ്പോൾ കേസ് SIT തന്നെ അന്വേഷിക്കും. ഇനി യുവതിയുടെ വട്ടത്തിൽ പുറത്തെടുക്കേണ്ടതുണ്ട്. ഇതിന് തുടർ നടപടികളുമായി മുന്നോട്ട് പോകും. എന്തായാലും ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത് മാധ്യമങ്ങളിൽ വാർത്തയായതിന് പിന്നാലെ അല്പസമയം മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തനിക്കെതിരെയുള്ളത് വ്യാജ ആരോപണമാണ്, തനിക്കെതിരെയുള്ളത് വ്യാജ പരാതിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ നിയമപരമായി തന്നെ നേരിടും എന്നാണ് നിവിൻ പോളി പറയുന്നത്. അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്ന അല്പസമയത്തിനകം തന്നെ നിവിൻ പോളി എത്തിച്ചേർന്ന മാധ്യമങ്ങളോട് സംസാരിക്കും. വിനീഷ.